Good afternoon. Okay, Shehnas. ഇത്ര കുട്ടികളൊക്കെ ഉണ്ടാവാറുള്ളൂ. 13 പേരാണല്ലോ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അത് ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോ ഇതൊക്കെയാണോ? ഓക്കെ, എന്തായാലും ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കയറിയതാണ് കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് ആയിരുന്നല്ലേ, മിസ് ഇന്ന് ലീവാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ എനിക്ക് ഓൾറെഡി എടുക്കുന്നതുകൊണ്ട് ഞാൻ ക്ലാസ് കയറിയതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു അല്ലെ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ ആ ഇൻട്രൊഡക്ഷനിലെ കുറച്ച് 1-2 പാരഗ്രാഫുകൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, ഇലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഉള്ള ഇലമെന്റ്സ് എന്തൊക്കെയാണ്, ഘടകങ്ങൾ എന്തൊക്കെയാണ്. അതിനകത്ത് ആ വേർഡ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഏതാണ്? പോസ്റ്റ് ഫോർബ് അല്ലെ. പോസ്റ്റ് ഫോർബ് എന്ന് പറഞ്ഞത് ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ഇൻ പോസ്റ്റ് ഫോർബ് പി സ്റ്റാൻഡ്സ് ഫോർ അല്ലെങ്കിൽ ഡി സ്റ്റാൻഡ്സ് ഫോർ, C stands for. ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതൊരു ഷോർട്ട് ആയിട്ട് നമ്മൾ അതിനെ എന്താ പറയാ, എക്സ്പാൻഡഡ് ഫോം ആണ് ഓരോന്നും. പി എന്ന് പറഞ്ഞ് എന്തിനെ സൂചിപ്പിക്കുന്നത്? പ്ലാനിങ് ആണ്. ദെൻ O എന്ന് പറഞ്ഞ ഓർഗനൈസിങ്, S എന്ന് പറഞ്ഞ സ്റ്റാഫിങ്, ദെൻ അടുത്ത D ഡയറക്റ്റിംഗ്, C കോർഡിനേറ്റിംഗ്, O എന്ന് പറഞ്ഞാല് ഡയറക്ട് കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ദെൻ അടുത്ത R റിപ്പോർട്ടിംഗ്, B എന്ന് പറഞ്ഞ ബഡ്ജറ്റിംഗ് അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഓർഗനൈസിങ് ഓ 2 പ്രാവശ്യം അവിടെ ഇല്ലല്ലോ. ഓർഗനൈസിംഗ് ആണ് O എന്ന് പറയുന്നത് കേട്ടോ. ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, പ്ലാനിംഗ് എന്ന് പറഞ്ഞു. നമ്മളും ചെയ്യാറുണ്ട് അല്ലെ. ഒരു പ്ലാനിങ് നമുക്ക് എന്തിനു വേണം അല്ലെ. എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും നമുക്ക് ഒരു പ്ലാനിങ്, ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആസൂത്രണം വേണം. എന്താ നമ്മൾ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് നീഡഡ് ടു ഗെയിൻ എ ഡിസൈർഡ് ഗോൾ അല്ലെ. നമ്മളൊരു ആഗ്രഹിച്ച ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്, അതാണ് എന്തെന്ന് പറയുന്ന പ്ലാനിങ് അല്ലെ. നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്ത ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം. നിങ്ങൾ ചെയ്യാറില്ലേ അല്ലെ? അതായത് എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ആഗ്രഹിച്ച ഒരു ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെ. അത് ആഗ്രഹിച്ച റിസൾട്ട് കിട്ടുന്നതിനുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി. കണ്ടോ, എന്താണ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ ആദ്യത്തെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രവർത്തനമാണ്. എന്തിന്? ടു അറ്റൈൻ ഡിസൈർഡ് ഗോൾ. ഒരു നല്ലൊരു ലക്ഷ്യത്തിലേക്ക് അല്ലെ, നമുക്ക് നല്ലൊരു നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ആദ്യത്തേതും സുപ്രധാനവുമായിട്ടുള്ള പ്രവർത്തനം, ആക്ടിവിറ്റിയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. 2 സെന്റൻസ് നമ്മൾ അതിന് നോട്ട് ചെയ്യണം കേട്ടോ. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് ഉള്ള ആ സെന്റൻസും, പിന്നെ വിച്ച് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ടു അറ്റൈൻ എ ഡിസൈർഡ് ഗോൾ. ആദ്യത്തേതും ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പ്ലാനിങ് ക്ലിയർ ആണോ? ഇനി അടുത്തതാണ് ഓർഗനൈസിങ്. എന്താണ് മീനിങ് ഓർഗനൈസിങ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഓർഗനൈസ് ചെയ്യാറില്ലേ? ഒരു പ്രോഗ്രാം വന്ന് നമ്മൾ അതിനൊരു ഓർഗനൈസ് ചെയ്യും. എന്താ? അതിനെ സംഘടിപ്പിക്കും. അതിനു വേണ്ട ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? നമ്മൾ സംഘടിപ്പിക്കുന്നു അല്ലെ. അടുത്തത് ഒരു അഡ്മിനിസ്ട്രേഷന്റെ അടുത്തൊരു കാര്യം, അടുത്തൊരു ഇലമെന്റ് എന്ന് പറഞ്ഞത് ഓർഗനൈസിങ് അല്ലെ. നല്ലൊരു സംഘടിപ്പിക്കൽ, എല്ലാം കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്താൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ ഹോസ്പിറ്റല് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെ. ഓർഗനൈസിങ് എന്ന് പറഞ്ഞ എന്താ? ഓർഗനൈസിങ് കൺസിസ്റ്റ് ഓഫ് കോർഡിനേറ്റിംഗ്. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക, കോർഡിനേറ്റിംഗ് ആൻഡ് അലോക്കേറ്റിംഗ്. അലോക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അനുവദിക്കുക. കോർഡിനേറ്റിംഗ് ആൻഡ് അലോക്കേറ്റിംഗ് ഫേംസ് റിസോഴ്സ്. ഒരു സ്ഥാപനത്തിന്റെ റിസോഴ്സുകൾ ഏകോപിപ്പിക്കുകയും അതിനെ അനുവദിക്കുകയും ചെയ്യാണ്. ഇൻ ഓർഡർ ടു എക്സിക്യൂട്ട് ഇറ്റ്സ് പ്ലാൻ. ഇതിനു വേണ്ടിയാ ഒരു പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി അല്ലെ. ഒരു സ്ഥാപനത്തിന്റെ പ്ലാൻ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്
നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ കാര്യങ്ങളെയും ഏകോപിപ്പിക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സുകൾ അനുവദിക്കുകയും ചെയ്യുന്നതിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൾ അതിനു വേണ്ടി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? സംഘടിപ്പിക്കുന്നു, അതിനുവേണ്ട റിസോഴ്സുകൾ സംഘടിപ്പിക്കുന്നു, എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നു. അതാണ് ഓർഗനൈസിംഗ്. അവിടെ ഇതുപോലെ ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ ഒന്ന് അവിടെ നിന്ന് എന്ത് ചെയ്യുക? നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. Dash consists of coordinating and allocating firm's resource in order to execute its plan. മനസ്സിലായോ? ഒരു സ്ഥാപനത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിന്റെ റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുക, അനുവദിക്കുന്നതും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. സംഘടിപ്പിക്കുക എന്നുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഇനി അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ, ഒരു ഫോർ പീപ്പിൾ, അതായത് ഒരു ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു സ്ട്രക്ചർ വികസിപ്പിക്കുക. അതൊരു ഓർഗനൈസിംഗിന്റെ ഭാഗമല്ലേ? അല്ലെ? ഹോസ്പിറ്റലിലെ നല്ലൊരു ഓർഗനൈസിംഗിന്റെ ഭാഗമല്ലേ ഓരോ ഇതിനും നമ്മൾ ഓരോ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യാന്നുള്ളത്? അല്ലെ? നമ്മൾ ചെന്ന് കയറുന്നു ഫ്രണ്ട് ഓഫീസ്, അല്ലെ? അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നു, ഓരോ ഡോക്ടറിനെ കാണാനുള്ള റൂമുകള്, അല്ലെ? നമ്മള് ഫാർമസി, മരുന്ന് മേടിക്കുക, ഇതെല്ലാം സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാണ്, അല്ലെ? നമ്മളല്ലാതെ ഓരോന്നും തോന്നിയ രീതിയിലേക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ ശരിയാവോ? ആ സ്ട്രക്ചർ എന്ത് ചെയ്യണം? അപ്പൊ ഈ ഓർഗനൈസിംഗിൽ വന്നതാണ് ഇതൊക്കെ. ഏതൊക്കെയാണ്? ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ ഫോർ പീപ്പിൾ, ആളുകൾക്ക് വേണ്ടി, അല്ലെ? നമ്മുടെ പേഷ്യൻസിന് നല്ലൊരു സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നല്ല സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുക. അതായത് എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ പിള്ളേരെ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ നേരെ ഏറ്റവും ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും അങ്ങേയറ്റത്ത് മൂലയിൽ കൊണ്ടുവന്ന റിസപ്ഷൻ വെക്കും ആരെങ്കിലും? വെക്കാൻ പറ്റുമോ? നമുക്ക് ആദ്യം ചെല്ലേണ്ട സ്ഥലമാണ്. അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന കാഷ്വാലിറ്റി ഇതൊക്കെ കൊണ്ടുവന്ന ഏറ്റവും ബാക്കില് ഒരു മൂലയ്ക്കൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ മോർച്ചറി കൊണ്ടുവന്ന് ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് മോർച്ചറി വെക്കാൻ പറ്റുമോ? അതിനൊക്കെ അതിൻ്റെതായ ഒരു പൊസിഷനുകൾ ഉണ്ട്. അപ്പൊ ഈ ഓർഗനൈസിങ് ഒരു ഹോസ്പിറ്റലിന് നമ്മളൊരു അഡ്മിനിസ്ട്രേഷൻ ഇതിനകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇന്ന കാര്യം നമ്മൾ ആദ്യം ചെല്ലുന്ന സ്ഥലമാണ്, അല്ലെ? റിസപ്ഷൻ, അത് ഫ്രണ്ടിൽ തന്നെ ആയിരിക്കണം. അതിൻ്റെ അടുത്ത് എമർജൻസി അല്ലെങ്കിൽ കാഷ്വാലിറ്റി വേണം, അല്ലെ? അവിടെ നിന്ന് നമുക്ക് എളുപ്പത്തിന് മരുന്ന് മേടിക്കാനായിട്ട് നമുക്ക് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കാം. ഫാർമസി അതിനോട് അടുത്ത് സെറ്റ് ചെയ്യണം, അല്ലെ? അപ്പൊ പിന്നെ തൊട്ടടുത്ത് തന്നെ ലാബുകള്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്ത് വേണം? ഒരു സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം. പിന്നെ അതുപോലെ പൊസിഷൻ, ഇതുപോലെ പൊസിഷൻ, ഓരോ പൊസിഷനുകളും ഓരോരുത്തരുടെയും പൊസിഷൻ, അതുപോലെ ഡിപ്പാർട്ട്മെന്റുകള്, ഇതുപോലെ ഡിപ്പാർട്ട്മെന്റുകളും അതല്ലേ? അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഫേം, ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? എല്ലാവരും നല്ല രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്, അല്ലെ? വികസിപ്പിക്കുന്നതാണ്. അതാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സ്റ്റാഫിംഗ്. നമുക്കറിയാം സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാഫിംഗ് എന്താ? അവരെ റിക്രൂട്ട് ചെയ്യാണ്, അല്ലെ? സ്റ്റാഫിംഗ് വേണ്ടേ? സ്റ്റാഫുകൾ വേണ്ടേ ഹോസ്പിറ്റലില്? എന്താ? ഇപ്പൊ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഓരോ സെക്ഷനുകളെ സെലക്ട് ചെയ്യുക കേട്ടോ. ശരി. അതായത് നമ്മൾ ഓരോ സെക്ഷനുകളിലും ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഫാർമസിയിലേക്ക് നമുക്ക് എന്താ പറയാ, താഴെ ഇതിനകത്തുള്ള ഒരു സ്റ്റാഫിനെ കൊണ്ടുവന്നിടാൻ പറ്റുമോ? ഫാർമസിസ്റ്റുകൾ തന്നെ വേണം, അല്ലെ? അവിടെ മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ ഫാർമസിസ്റ്റ് തന്നെ വേണ്ടേ? അപ്പൊ ഓരോ ആളുകൾക്കും അവരുടെ കഴിവും അറിവും ഒക്കെ അനുസരിച്ചിട്ട് തന്നെ അവരെ റിക്രൂട്ട് ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. ഷഹനാസ് എഴുതിയിട്ടുണ്ട്, അല്ലെ? റിക്രൂട്ട് ചെയ്യാണ്, അവരെ നിയമിക്കുകയാണ്. എന്നിട്ട് അവരുടെ കഴിവ് എബിലിറ്റി ഒക്കെ അനുസരിച്ച് അവരുടെ കറക്റ്റ് പൊസിഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു, നിയമിക്കുന്നു. അതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റാഫുകളെ അവരുടെ അറിവും അവരുടെ കഴിവും വിലയിരുത്തി അവരെ കറക്റ്റ് പൊസിഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് സ്റ്റാഫിംഗ്. അണ്ടർലൈൻ ചെയ്തിട്ടോ ആ സെന്റൻസ്. ഇതിലെല്ലാത്തിനും നമുക്ക് ആ ഡാഷ് ഇട്ട് തന്നെ ചോദിക്കാം കേട്ടോ. Dash is the process of finding the right worker with the appropriate qualification or experience and to recruit them to fill a job, position or role. എന്താ അവിടെ പറയുന്നേ? സ്റ്റാഫിംഗ് ആണ്.
കിട്ടിയല്ലോ. അതിന് ക്വസ്റ്റ്യൻ എങ്ങനെയാ വന്നതെന്ന് കിട്ടിയില്ലേ? ഡാഷ് ഈസ് ദ പ്രോസസ് എന്ന് പറയും. ശരിയായ വർക്കറെ, അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരെ അവരുടെ കറക്റ്റ് ജോബിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്റ്റാഫിംഗ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കിയ ഡയറക്റ്റിംഗ്. ഡയറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അവര് ഡയറക്റ്റ് ചെയ്യുന്നു അല്ലേ? എന്താണ്? അവർക്ക് ഗൈഡ് കൊടുക്കുന്നു. ഓക്കെ, ഡയറക്റ്റിംഗ് ഈസ് ദ പ്രോസസ് വിത്ത് ദ മാനേജേഴ്സ് ഡയറക്റ്റ് ഗൈഡ് ആൻഡ് ഓവർസീസ്. ഓവർസീസ് എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുക അല്ലെ? ദ പെർഫോമൻസ് ഓഫ് ദ വർക്കർ ടു അറ്റൈൻ ഗോൾസ് ഓൾറെഡി ഡിറ്റർമിൻഡ്. എന്താ പറഞ്ഞേക്കുന്നേ? നമ്മൾ ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത, ഇതിനകം കൈവരിച്ചിട്ടുള്ള അല്ലെ, നിർണയിച്ചിട്ടുള്ള ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി മാനേജർമാര് എന്ത് ചെയ്യുന്നു? ഓരോ തൊഴിലാളികളെയും ഓരോ സ്റ്റാഫിനെയും ഡയറക്റ്റ് ചെയ്യുന്നു, അവരെ ഗൈഡ് ചെയ്യുന്നു, അവരെ ഓവർസീസ് മേൽനോട്ടം വഹിക്കുന്നു അല്ലെ? അവരുടെ പെർഫോമൻസ്, അതിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യാറില്ലേ മാനേജർമാരൊക്കെ? ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് വന്ന സ്റ്റാഫുകളെ ഒക്കെ അവർക്ക് വേണ്ട ഗൈഡും മേൽനോട്ടമൊക്കെ കൊടുക്കൂലേ അല്ലേ? അവിടെ നല്ലൊരു ആ വർക്കിൽ അവര് സ്യൂട്ട് ആവാൻ വേണ്ടി അല്ലെ? അത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ അവരുടെ വർക്ക് നമ്മൾ നല്ല രീതിയിലാകാൻ വേണ്ടി അവർക്ക് ചില ഗൈഡൻസ് കൊടുക്കും അല്ലെ? അല്ലെങ്കിൽ അവരെ മേൽനോട്ടം വഹിക്കുന്ന എന്ന കാര്യങ്ങൾ, ഇന്ന ഡ്യൂട്ടീസ് ആണ് നിങ്ങൾക്ക്, അത് ഇങ്ങനെ രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു നിർദ്ദേശം കൊടുക്കും. അപ്പൊ അതാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. മാനേജേഴ്സ് ഡയറക്റ്റ് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, അവരെ മേൽനോട്ടം വഹിക്കുന്നു. എന്താ? പെർഫോമൻസ് ഓഫ് ദ വർക്കേഴ്സ് ടു അറ്റൈൻ ഗോൾസ്. കണ്ടോ? ആ ഗോള് അറ്റൈൻ ചെയ്യാൻ ആ സ്റ്റാഫിന്റെ വർക്ക് അല്ലെങ്കിൽ അവരുടെ വർക്കിനെ, വർക്കേഴ്സിന്റെ പെർഫോമൻസിനെ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, ഓവർസീസ് മേൽനോട്ടം വഹിക്കുന്നു. ക്ലിയർ ആയി ഡയറക്റ്റിംഗ് എന്താന്നുള്ളത്? അത് വിധോല സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ. അടുത്തൊരു സെന്റൻസ് നോക്കിയേ. ഡയറക്റ്റിംഗ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ്. ആ മാനേജ്മെന്റ് പ്രോസസിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആണ്. ചോദിക്കാറുണ്ട് കേട്ടോ, അതും കൂടി അണ്ടർലൈൻ ചെയ്തു. ഡാഷ് ഈസ് ദ dash is the heart of the management process. എന്താണ്? അതൊരു ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞത് ആ ഒരു മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഒരു ഹൃദയമാണ്. അടുത്തതാണ് കോർഡിനേറ്റിംഗ്. കോർഡിനേറ്റ് ചെയ്യുക. എന്താ മലയാളം? എന്താ? ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക അല്ലെ? നമുക്കൊരു പ്രോഗ്രാം വന്നു, നമുക്കൊരു കോർഡിനേഷൻ വേണ്ട എല്ലാത്തിനെയും അല്ലെ? കോർഡിനേറ്റ് ചെയ്യുക. എന്താ? കോർഡിനേഷൻ ഈസ് ദ യൂണിഫിക്കേഷൻ, integration, synchronization of the effect of group members so as to give unity of action in the pursuit of common goals. ഒന്ന് രണ്ട് മൂന്ന് മീനിങ് ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. അവിടെ എന്താ പറഞ്ഞത്? യൂണിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഏകീകരണം, ഏകീകരണം. ഇന്റഗ്രേഷൻ, സംയോജനം. യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏകീകരണം, ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ സംയോജനം, സിൻക്രോണൈസേഷൻ എന്ന് പറഞ്ഞാൽ സമന്വയം. സമന്വയം എന്താ പറഞ്ഞേക്കുന്നേ? കോർഡിനേഷൻ is the unification, integration and the synchronization. എന്താണ്? ആ എഫക്ട് നമുക്ക് ഒരു എന്താ പറയാ, ഒരു ഏകീകരണം അല്ലെങ്കിൽ ഒരു സംയോജനം അല്ലെങ്കിൽ അതിന്റെ ഒരു സമന്വയമാണ്. എന്നിട്ട് ഓഫ് ദ എഫക്ട് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. കണ്ടോ? ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ എഫക്റ്റിന്റെ ഒരു ഏകീകരണം അല്ലെ? അതാണ് എന്തെന്ന് പറയുന്നത്? കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെ? പൊതുവായ ലക്ഷ്യങ്ങള് പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തനത്തിന്റെ ഐക്യം നിലനിർത്തുന്നതിനായി ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ശ്രമങ്ങളുടെ ഒരു ഏകീകരണമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേറ്റ് ചെയ്യുക, എല്ലാത്തിനെയും ഒരുമിച്ച് അല്ലെ? ഒരു യുണൈറ്റി, ഒരുമിച്ച് നിലനിർത്തിക്കൊണ്ട് പോവുക, അതാണ് കോർഡിനേഷൻ. അതും എന്തിന്റെ ഒരു എലമെന്റ് ആണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു എലമെന്റ് ആണ്. യൂണിറ്റ് വേണ്ടേ? യൂണിറ്റ് വേണ്ടേ അവർക്ക് അല്ലെ? എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ എഫേർട്ടുകളെ ഒക്കെ നമുക്ക് എന്താ നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം. അതാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതും അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഡാഷ് ഈസ് ദ യൂണിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ, സിൻക്രോണൈസേഷൻ ഓഫ് എഫക്ട് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്
so as to give unity of action in the pursuit of common goals. അടുത്തത് നെക്സ്റ്റ് നോക്കിയേ, പർസ്യൂട്ട് എന്ന് വെച്ചാൽ പിന്തുടരുക കേട്ടോ. ഒരു കോമൺ ആയിട്ടുള്ള ഗോൾസ് പിന്തുടരുന്ന പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു യുണൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാ കാര്യങ്ങളും ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ എഫേർട്ടുകളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അടുത്തതാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. Reporting means the formal system whereby the relevant needed information is furnished to management with the help of report continuously. എന്താ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്? തുടർച്ചയായ ഒരു റിപ്പോർട്ടുകളുടെ ഒരു സഹായത്തോടു കൂടി മാനേജ്മെന്റിന് പ്രസക്തമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു ഫോർമൽ സിസ്റ്റം അല്ലെ, അതല്ല റിപ്പോർട്ട്. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഓരോ നമ്മുടെ ഹെഡിന് റിപ്പോർട്ട് കൊടുക്കണം. അപ്പൊ എന്താ, അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. റിപ്പോർട്ട് നോക്കാറില്ലേ, ഓരോ സെക്ഷനിലും ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉള്ള റിപ്പോർട്ടുകൾ അതിന്റെ ഹെഡ് പരിശോധിക്കും അല്ലേ. ബ്ലഡ് ബാങ്കിന് നമ്മൾ ബ്ലഡ് ബാങ്ക് മാനേജർ ഇത് പറഞ്ഞു, അപ്പൊ അദ്ദേഹം അവിടുത്തെ റിപ്പോർട്ട് കാര്യങ്ങൾ പരിശോധിക്കും. അതെന്താ പറഞ്ഞേക്കുന്ന ഒരു ഫോർമൽ സിസ്റ്റം ആണ്, ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഔപചാരികമായ സംവിധാനമാണ്. എന്തിനു വേണ്ടിയാ? അവർക്ക് അവിടുത്തെ കാര്യങ്ങൾ അസസ് ചെയ്യാനായിട്ട് അല്ലെ, അതിനെ നമുക്ക് അതിനെ എന്താ പറയാ മനസ്സിലാക്കാനും അവരെ വിലയിരുത്താനും അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഔപചാരികമായ സംവിധാനമാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. Thus, report is the essence of management reporting system. ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ സെന്റൻസ്. Report is the essence of management reporting system. Management reporting systemത്തിന്റെ ഒരു എസൻസ് എന്ന് പറയുന്നത് എന്താണ്? റിപ്പോർട്ട് ആണ്. Report provides the means of checking the performance. എന്താ പറഞ്ഞേക്കുന്നത്? റിപ്പോർട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ചെക്കിംഗ് ദ പെർഫോമൻസ്. ശരിയല്ലേ? അവിടുത്തെ പെർഫോമൻസ് ചെക്ക് ചെയ്യല്ലേ റിപ്പോർട്ട്, അതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടുത്തെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെ റിപ്പോർട്ടിലൂടെ. റിപ്പോർട്ട് പ്രൊവൈഡ്സ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. അണ്ടർലൈൻ ചെയ്തോട്ടത്. റിപ്പോർട്ട് പ്രൊവൈഡ്സ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. ആ ഒരു പെർഫോമൻസ് ചെക്ക് ചെയ്യുന്നതിനുള്ള മാർഗങ്ങള് ഈ റിപ്പോർട്ട് തരുന്നു. ഒരു കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. അവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്കത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം, നമുക്ക് നല്ല ഒരു ഇതിലേക്ക് എത്താം. അതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്, റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെയാണ് ബഡ്ജറ്റിംഗ്. അത് നമുക്ക് അറിയാം അല്ലെ. ബഡ്ജറ്റിംഗ് വേണ്ടേ? ബഡ്ജറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. കണ്ടോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇസ് എ ഡിസൈനിങ് ഓഫ് പ്ലാൻ ടു സ്പെൻഡ് മണി. ഒരു പൈസ നമ്മൾ ചെലവാക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ആണ് ബഡ്ജറ്റിംഗ്. നമ്മൾ ബഡ്ജറ്റ് ഇടാറില്ലേ? നമ്മളൊരു എന്തെങ്കിലും മേടിക്കാനായിട്ട് നമ്മളൊരു ബഡ്ജറ്റ് ഇടാറില്ലേ? എന്താ, നമ്മൾ എത്രത്തോളം പണം അതിനു വേണ്ടി ചെലവഴിക്കണം എന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ് ശരിക്കും ബഡ്ജറ്റ് എന്ന് പറയാം അല്ലെ. നമ്മൾ ഇത്ര രൂപ ഒരു ബഡ്ജറ്റ് ആകും, അപ്പൊ നമ്മൾ അത്രയും രൂപ നമ്മുടെ കയ്യിൽ കരുതണ്ടേ അല്ലെ. അതാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. കണ്ടോ, ആ പൈസ ചെലവഴിക്കാനായിട്ട് നമ്മളൊരു പ്ലാൻ, ഒരു ആസൂത്രണം ചെയ്യുന്നതാണ് ഡിസൈനിങ് എ പ്ലാൻ. കണ്ടോ, ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. അപ്പൊ എന്തെഴുത്ത് നമ്മളൊരു പൈസ നമ്മൾ എത്രത്തോളം ചെലവഴിക്കണം എന്നതിന് വേണ്ടി ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി the spending plan is called budget. ഈ സ്പെൻഡിങ് പ്ലാനിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്തോട്ടോ. Making this spending plan allow you to decide in advance whether you will have enough money to do
the thing you require to do or what like to do. അല്ലെ നമുക്ക് എന്താ ഈ സ്പെൻഡിങ് പ്ലാൻ ഉണ്ടാക്കുന്നതിന് നമ്മൾക്ക് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടത്ര പണം ഉണ്ടോ എന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ ബഡ്ജറ്റിംഗ് നമ്മളെ സഹായിക്കും. അല്ലെ അത് നമുക്കറിയാലോ. ആ ബഡ്ജറ്റ് നോക്കിയിട്ടോ എനിക്ക് അത് മേടിക്കാനുള്ള ബഡ്ജറ്റ് എന്റെ കയ്യിലില്ല നമ്മൾ പറയാറില്ലേ, അത്ര മേടിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല. അപ്പൊ നമുക്ക് മുൻകൂട്ടി അറിയാം അല്ലെ ആ ഒരു കാര്യം വാങ്ങാനായിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി ചെലവഴിക്കാൻ നമ്മുടെ കയ്യിൽ എത്രത്തോളം പണം, നമ്മുടെ കയ്യിൽ വേണ്ടത്ര പണം ഉണ്ടോ എന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ ബഡ്ജറ്റിംഗ് നമ്മെ സഹായിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അതിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഈ സ്പെൻഡിങ് പ്ലാൻ എന്ന് പറയുന്നത് എന്താ നമുക്കൊരു ഇതെന്ന് പറയുന്നത്, നമുക്ക് അതിനു വേണ്ടി ചെലവാക്കാനായിട്ട് നമുക്ക് വേണ്ടത്ര പണമുണ്ടോ എന്ന് മുൻകൂട്ടി തീരുമാനിക്കാനും ഈ ബഡ്ജറ്റിംഗ് നമ്മെ സഹായിക്കുന്നു. ബഡ്ജറ്റിംഗ് ഈസ് മെയർലി ബാലൻസിങ് എക്സ്പെൻസ് വിത്ത് ഇൻകം. ബഡ്ജറ്റിംഗ് എന്നത് എന്താ, നമ്മുടെ ചെലവുകള് നമ്മുടെ വരുമാനവുമായി സന്തുലിതമാക്കുക. അതാണ് ബഡ്ജറ്റിംഗ്. ശരിയല്ലേ? ഒന്ന് നോക്കിയേ, ബഡ്ജറ്റിംഗ് നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടു. അപ്പൊ നമ്മുടെ വരുമാനം നമുക്കറിയാം അല്ലെ, അതിനനുസരിച്ച് നമ്മൾ ചെലവും എന്ത് ചെയ്യണം, ഒരു സന്തുലിതം ബാലൻസ് ചെയ്യാണ് അല്ലെ. ഏതുമായിട്ട് ഇൻകം എക്സ്പെൻസ് അതിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ബഡ്ജറ്റിംഗ്. നമ്മളൊരു ബഡ്ജറ്റ് ഇതാക്കുമ്പോൾ ഇത്ര രൂപയുടെ സാധനം വാങ്ങാം. അപ്പൊ നമുക്കറിയാലോ നമുക്കവിടെ എന്താ പറയാ ഇൻകം എത്രയാ നമുക്കറിയാം. ഇൻകമിനനുസരിച്ചല്ലേ ബഡ്ജറ്റ് നമ്മൾ ശരിയാക്കോളൂ അല്ലെ. അതായത് നമ്മുടെ ഇൻകം നമ്മുടെ എക്സ്പെൻസ് ഇതുമായിട്ട് ബാലൻസ് ചെയ്യുക, അതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടാ. ഡാഷ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ എന്നുള്ളത് നോക്കി എഴുതുക. ബഡ്ജറ്റിംഗ് ഈ സ്പെൻഡിങ് പ്ലാന് നമ്മൾ എന്ന് പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്നു. പിന്നെ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എന്താ, മെയർലി ബാലൻസിങ് ദ എക്സ്പെൻസ് വിത്ത് ഡാഷ് എന്തുമായിട്ടാ, ഇൻകം അല്ലെ. എക്സ്പെൻസ് ഇൻകവുമായിട്ട് നമ്മുടെ ചെലവുകൾ വരുമാനവുമായിട്ട് ബാലൻസ് ചെയ്യുക, അതാണ് ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇലമെന്റ്സ് എല്ലാം കിട്ടിയോ? ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിന്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ. പ്ലാനിങ് എന്താ, സ്റ്റാഫിങ് എന്താ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ. ഡയറക്ടിങ് എന്താ, കോർഡിനേറ്റിംഗ് എന്താ, റിപ്പോർട്ടിംഗ് എന്താണ്, ബഡ്ജറ്റിംഗ് എന്താണ്, അത്രയുമാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ആണ്. ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളുകൾ എവിടെയൊക്കെയാണ്, നമ്മുടെ എന്തൊക്കെയാ കാര്യപന്നി, അത് നമ്മള് ഈ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് നമുക്ക് മൂന്ന് തരത്തിൽ നമുക്ക് പറയാം. ഇന്റർപേഴ്സണൽ റോള്. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു റോൾ ഉണ്ടാവും, പേഴ്സണൽ ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. പിന്നെ ഇൻഫോർമേഷണൽ റോള്, ഇൻഫർമേഷണൽ അത് മോണിറ്റർ ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു ഇൻഫർമേഷണൽ റോൾസ് ഉണ്ട്. ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള റോളുകൾ ഉണ്ട്. പിന്നെ ഡിസിഷണൽ റോൾസ് ഉണ്ട്, തീരുമാനപരമായിട്ടുള്ള റോൾ ഉണ്ട്. ഏതൊക്കെ മൂന്ന് തരത്തിൽ റോൾസ്, ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫർമേഷണൽ റോൾസ്, ഡിസിഷണൽ റോൾസ്. മൂന്നെണ്ണം കിട്ടിയോ? വ്യക്തിപരമായിട്ടുള്ള റോൾ ഉണ്ട്, ഇൻഫർമേഷൻ ആയിട്ടുള്ള റോൾ ഉണ്ട്, ഡിസിഷൻ ഒരു തീരുമാനപരമായിട്ടുള്ള റോളും ഉണ്ട്. ഇനി ഇന്റർപേഴ്സണൽ റോൾസിൽ വരുന്നത് ഏതൊക്കെയാ അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. ഫിഗർ ഹെഡ്, അദ്ദേഹം അവിടുത്തെ തലവനാണ്. തലവൻ, ഫിഗർ ഹെഡ് വ്യക്തിപരമായിട്ടുള്ള റോളാട്ടോ. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ ആണ് ആ ഒരു സെക്ഷനിലെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഒരു ഹെഡാണ്, ഫിഗർ ഹെഡാണ്, തലവനാണ്, ലീഡറാണ്. അദ്ദേഹം ആരാണ്? ഒരു നേതാവായിരിക്കണം. ആ ഒരു റോളുണ്ട്, ലീഡർ എന്നുള്ള ഒരു റോളുണ്ട് അദ്ദേഹം. ലിയേസൺ വെച്ചാൽ ബന്ധം വേണം, ഒരു ബന്ധം. ഇപ്പൊ ഹോസ്പിറ്റലിലെ എന്താ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും സ്റ്റാഫുകളുമായിട്ടും എന്താ പേഷ്യൻസുമായിട്ട് അവരെ ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും പേഷ്യൻസിനുമായിട്ടുള്ള അങ്ങനെയൊക്കെ ഒരു ബന്ധം വേണം അല്ലെ. അങ്ങനെ ഒരു റോളും അദ്ദേഹം ഉണ്ട്. നല്ലൊരു റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു റോളും ഇന്റർപേഴ്സണൽ റോളിൽ വരുന്ന ഫിഗറുകൾ. അദ്ദേഹം ഇതിന്റെ റോൾ എന്താ? ഒരു നേതാവ്, തലവൻ, പിന്നെ ഒരു നല്ലൊരു ബന്ധം, ഒരു റിലേഷൻ കീപ്പ് ചെയ്യണം. പിന്നെ അടുത്താണ് ഇൻഫർമേഷണൽ റോൾസ്. ഇൻഫർമേഷണൽ റോൾസിൽ എന്താ? മോണിറ്റർ ചെയ്യണം.
പല കാര്യങ്ങളെയും മോണിറ്റർ ചെയ്യാൻ. ഡിസെമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നവൻ അല്ലെ, ഓരോ നിയമങ്ങളും അത് കൊണ്ടുവരുന്നത്, ഇത് ഇന്ന രീതിയിൽ ചെയ്യണം, ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ ചെയ്യണം, ഇതൊക്കെ ആരാ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് റോളാണ് അല്ലെ. എല്ലാം നമ്മൾ പറഞ്ഞല്ലോ ഓവറോൾ മാനേജ്മെന്റ് ആണ്. ലിയസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അവർ മെയിൻ ചെയ്യണം. ലിയസൺ എന്ന് പറഞ്ഞാൽ ബന്ധം എന്നാണ് കേട്ടോ, റിലേഷൻ എന്നാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത്. അതായത് ഡിപ്പാർട്ട്മെന്റിലുള്ളവരായിട്ട് സ്റ്റാഫുമായിട്ടൊക്കെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്, ഒരു നല്ലൊരു ബന്ധം വേണം. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആരുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ അല്ലെ? ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ അവരിങ്ങനെ എല്ലാ സെക്ഷനും എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാവരുമായിട്ടൊരു നല്ലൊരു ബന്ധം, അതും അദ്ദേഹത്തിന്റെ ഒരു റോളിൽ തന്നെയാണ് കേട്ടോ. നല്ലൊരു ബന്ധം, അതേ റിലേഷൻ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്തത് ഇൻഫർമേഷണൽ റോൾസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം, പല കാര്യങ്ങളും നിരീക്ഷിക്കണം, അതിനെ പ്രചരിപ്പിക്കണം. അതായത് പല കാര്യങ്ങളും ഓരോരുത്തർക്ക് ഡ്യൂട്ടീസ് ഒക്കെ ആണെങ്കിലും ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ പറയണം. പിന്നെ സ്പോക്സ് പേഴ്സൺ, നല്ലൊരു വക്താവായിരിക്കണം അദ്ദേഹം. എന്താണ്, നല്ലൊരു സ്പോക്സ് പേഴ്സൺ, നല്ലൊരു വക്താവായിരിക്കണം, നല്ലൊരു വാചാലനായിരിക്കണം, നന്നായിട്ട് സംസാരിക്കുന്നത്. ഇതൊക്കെ ഇൻഫർമേഷണൽ റോൾസ് അല്ലെ. പലരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം വേണം നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അവരുമായിട്ട് നന്നായിട്ട് സംസാരിച്ച് നല്ല രീതിയിലെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു നല്ലൊരു വക്താവായിരിക്കും, നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റണം. അതും ഒരു ഇൻഫർമേഷണൽ റോൾസിൽ വരുന്നതാണ്. പിന്നെയാണ് ഡിസിഷണൽ റോൾസ്, തീരുമാനപരമായിട്ടുള്ള റോള്. എന്താണ്, എന്റർപ്രീനിയർ, ഒരു സംരംഭകരായിരിക്കണം, സംരംഭകർ. ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, ഡിസ്റ്റർബൻസ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം, അതും റോളിൽ തന്നെയാണ് കേട്ടോ. റിസോഴ്സ് അലോക്കേറ്റർ, എന്താണ് പിടിച്ചു വെച്ചിട്ട് ഡിസിമിനേറ്റർ എന്ന് പറഞ്ഞാൽ അത് പ്രചരിപ്പിക്കുന്ന ആള് കേട്ടാ. ഡിസിമിനേറ്റർ പ്രചരിപ്പിക്കുന്ന ആൾ, അതായത് മറ്റുള്ളവർക്ക് ഓരോ കാര്യങ്ങളും ഡ്യൂട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കൂലേ, അങ്ങനെ അത് എല്ലാവരിലേക്കും എത്തിക്കുന്നത്, അങ്ങനെയുള്ളൊരു റോളുണ്ട് അദ്ദേഹത്തിന്. മോണിറ്റർ ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളും പല സെക്ഷനിലേക്കും പല ഡിപ്പാർട്ട്മെന്റിലേക്കും പല ആളുകളിലേക്കും ഒക്കെ എത്തിക്കുന്ന ഒരാള്, പ്രചരിപ്പിക്കുക എന്നുള്ളതാട്ടോ. പ്രചരിപ്പിക്കുന്നവൻ എന്നാണ് ഡിസിമിനേറ്റർ എന്നുള്ളതിന്റെ മീനിങ്, പ്രചരിപ്പിക്കുന്നവൻ. പിന്നെ അത് നല്ലൊരു വക്താവായിരിക്കണം, നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. പിന്നെ അടുത്ത് നോക്കിയാൽ ഡിസിഷണൽ റോൾസിൽ എന്താ, എന്റർപ്രീനിയർ, സംരംഭകരായിരിക്കണം. പിന്നെ ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, ഡിസ്റ്റർബൻസ് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റണം, അത് അദ്ദേഹത്തിന്റെ റോളാട്ടോ. റിസോഴ്സ് അലോക്കേറ്റർ, ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ, വിഭവങ്ങൾ അനുവദിക്കണം. പിന്നെ അത് നെഗോഷിയേറ്റർ എന്താണ്, നല്ലൊരു ചർച്ചാക്കാരനായിരിക്കണം. നെഗോഷിയേറ്റർ ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ, മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ നമ്മൾ പഠിച്ചതാണ്. നല്ലൊരു ചർച്ചാക്കാരനായിരിക്കണം. അപ്പൊ അതൊക്കെ ഡിസിഷണൽ റോൾസിൽ വരുന്നതാണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് നമ്മൾ 3 പറഞ്ഞു. ഇന്റർപേഴ്സണൽ റോൾസ് ഉണ്ട്, ഇൻഫർമേഷണൽ റോൾസ് ഉണ്ട്, ഡിസിഷണൽ റോൾസ് ഉണ്ട്. ഇതിൽ ഓരോന്നിനും വരുന്ന കാര്യം കൂടി ഏതാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ഇന്റർപേഴ്സണൽ റോൾസിൽ വരുന്നത്, ഇൻഫർമേഷണൽ റോൾസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ഡിസിഷണൽ റോൾസിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇനി അവർക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെ, ഈ അഡ്മിനിസ്ട്രേഷന് വേണം, ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്നാണോ? ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ കേട്ടോ, ചോദിക്കാൻ പാടില്ല എന്നില്ല. ഇനി അവർക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്, എന്തൊക്കെ കഴിവുകൾ വേണം? സ്കില്ല്, ടെക്നിക്കൽ സ്കില്ല് വേണം, ഹ്യൂമൻ സ്കില്ല് വേണം, കോൺസെപ്ച്വൽ സ്കില്ല് വേണം. എന്തൊക്കെയാണ്? തീരുമാനപരമായിട്ടുള്ള ഒരു ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. നമുക്ക് കോൺസെപ്ച്വൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാണാൻ, അതായത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യം. നോക്കിയാൽ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ടെക്നിക്കൽ സ്കില്ല് എന്താണ്? നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ദ സ്പെസിഫിക് ഫീൽഡ്. അതാണ് ഒന്നാമത്തെ ഒരു കഴിവ്. ഈ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട ഒരു കാര്യം നോളജ്, നല്ല അറിവ് വേണം.
എക്സ്പെർട്ടൈസ്, ആ ഒരു പ്രത്യേക ഫീൽഡില് നല്ല അറിവും പിന്നെ അതുപോലെ ആ പരിചയം, എക്സ്പേർട്സ് അല്ലെ, അത് അവിടെ ഒരു നല്ലൊരു വൈവിധ്യം അല്ലെങ്കിൽ വൈവിധ്യം എന്താ, അതിലൊരു നല്ലൊരു അറിവും പരിചയവും വേണം. ഓക്കെ, ആ ഒരു പ്രത്യേക മേഖലയില് നല്ലൊരു അറിവും വേണം, അതുപോലെ തന്നെ വൈദഗ്ധ്യം അല്ലെങ്കിൽ നല്ലൊരു പരിചയം അതൊക്കെ വേണം. പിന്നെ ഹ്യൂമൻ സ്കിൽസ് എന്താ പറഞ്ഞത്, ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ, മറ്റുള്ളവരുമായിട്ട് നന്നായി പ്രവർത്തിക്കാനുള്ള കഴിവ് വേണം. എന്താണ്, മറ്റുള്ള ആളുകളുമായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് വേണം അല്ലെ, അവർക്ക് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യണം അല്ലെ, എല്ലാം ഇത് മൊത്തത്തിലുള്ള നമ്മൾ എന്താ പറയാ ഓവറോൾ മാനേജ്മെന്റ് ആണ്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി എന്ത് വേണം, നമുക്ക് മറ്റുള്ള ആളുകളുമായിട്ട് എന്താ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യണ്ടേ, അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കണ്ടേ, അതിനുള്ളൊരു ഹ്യൂമൻ സ്കില്ല് വേണം. പിന്നെ conceptual skills, the capacity to think and conceptual അവിടുത്തെ വാക്ക് നോക്കി ഇവിടെ ഗസ്റ്റേഴ്സോ അങ്ങനെ എന്താ കൊടുത്തിരിക്കണം, അതല്ല കേട്ടോ, അതൊന്ന് കറക്റ്റ് ചെയ്തേ. കോൺസെപ്ച്വലൈസ് എന്നാക്കിക്കോളെ, ഒരു മനസ്സാ കാണാൻ, CONCEPTUALIZ, CONCEPTUALIZ, conceptualize abstract and complex situations which concerns the organization. എന്താ പറഞ്ഞേക്കുന്നത്, അതായത് നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഒരു ഓർഗനൈസേഷനെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് സിറ്റുവേഷൻ, കണ്ടോ, ഒരു സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളെ മനസ്സാ കാണൽ അല്ലെങ്കിൽ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് വേണം. അത് മുൻകൂട്ടി കാണാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും, കണ്ടോ, ചിന്തിക്കാനും ഉള്ള ഒരു കഴിവ് വേണം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെ നമ്മുടെ മുന്നേ കണ്ട് നമ്മൾ ചെയ്യൂലേ, അതായത് നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനെ ബാധിക്കുന്ന രീതിയിലുള്ള സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളെ മുൻകൂട്ടി കാണാനും അതുപോലെ അതിനെ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു കഴിവ് വേണം. അതിന് നിങ്ങൾ ആ 3 സ്കിൽസുകൾ ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഏതൊക്കെ സ്കിൽസ് ആണ് വേണ്ടത് ചോദിക്കാം. ടെക്നിക്കൽ സ്കിൽസ്, ഹ്യൂമൻ സ്കിൽസ്, കോൺസെപ്ച്വൽ സ്കിൽസ്, 3 ഒന്ന് ടിക്കിട്ട് വെച്ചേക്കാം. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ് ഉദ്ദേശിക്കുന്നത്? റണ്ണിങ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. അതല്ലേ ഓവറോൾ മാനേജ്മെന്റ് അല്ലേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിങ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള രീതിയില് അല്ലെ, നല്ല രീതിയില് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിപ്പിക്കുക. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിങ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. റണ്ണിങ് എ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ, നല്ല സ്മൂത്ത് ആയിട്ട് അല്ലെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്ത് ഒരു ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ റൺ ചെയ്യിക്കുക. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Although some roles may involve direct patient care, many hospital administrators maintain little to no patient contact. So, ചില റോളുകളില് although some role may involve direct patient care, ചില ഈ റോളുകളിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൽ ചില റോളുകളിൽ നേരിട്ടുള്ള പേഷ്യന്റ് കെയർ വരാൻ, അതായത് അവര് ഡയറക്റ്റ് ശരിക്കും എന്താ പേഷ്യന്റുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല. വല്ല അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള അല്ലെ നല്ല കെയർ കൊടുക്കാൻ, നല്ല സൗകര്യങ്ങൾ കൊടുക്കാനൊക്കെ ബാക്കി പ്രവർത്തിക്കാൻ അല്ലെ
അപ്പൊ അതിന് വേണ്ട സഹായങ്ങളും ഇതെല്ലാ കാര്യങ്ങളും റിസോഴ്സുകളും ഇതെല്ലാം അനുവദിച്ച് സ്റ്റാഫുകൾ നല്ല രീതിയിലൊക്കെ ആക്കി ഇങ്ങനെയുള്ള ഫെസിലിറ്റി അവർ ബാക്കിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇവിടെ എന്താ ചില റോളുകളിൽ നേരിട്ടുള്ള പേഷ്യന്റ് കെയർ ഉൾപ്പെടാമെങ്കിലും പല അഡ്മിനിസ്ട്രേറ്റർമാരും എങ്ങനെയാ നോക്കിയ മെനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മെയിൻറ്റെയിൻ ലിറ്റിൽ ടു നോ പേഷ്യന്റ് കോണ്ടാക്ട്. പല അഡ്മിനിസ്ട്രേറ്റർമാരും പേഷ്യന്റിനെ ആയിട്ട് നേരിട്ട് അധികം സമ്പർക്കം പുലർത്തുന്നില്ല. വളരെ കുറച്ച് മാത്രമാണ് അവരോട് കോണ്ടാക്ട് ചെയ്യുന്നുള്ളൂ നേരിട്ട്. അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, എല്ലാ ഫെസിലിറ്റിയും ചെയ്തു കൊടുക്കും, എല്ലാവരും ചെയ്തു കൊടുക്കും. പക്ഷെ പേഷ്യൻസുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാറില്ല അവർ. പിന്നെ വല്ല അപൂർവ സാഹചര്യങ്ങളിൽ മാത്രം അവരെന്ത് ചെയ്യുന്നു പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ ആ പാരഗ്രാഫില് അല്ലേ? മനസ്സിലായോ? പറഞ്ഞേക്കുന്നത് ചില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളില് നേരിട്ടുള്ള പേഷ്യന്റ് കെയർ വരാം. അതാ ഞാൻ പറഞ്ഞത് ചില സാഹചര്യങ്ങളിൽ മാത്രം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പേഷ്യന്റുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരാം. എന്നാൽ മിനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന മിക്ക ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരും പേഷ്യൻസുമായിട്ട് അധികം കോണ്ടാക്ട് ചെയ്യുന്നില്ല. ലിറ്റിൽ ടു നോ പേഷ്യന്റ് കോണ്ടാക്ട് അല്ലെ, ചെറുതായിട്ടോ അല്ലെങ്കിൽ അധികം കോണ്ടാക്ട് ഒന്നും അവര് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. They may have a variety of responsibilities. അവിടെ ഗ്യാപ്പില്ല കേട്ടോ, ഓഫ് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. They may have a variety of responsibility. എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി? ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ലൈക്ക് മാനേജിങ് ഫിനാൻസ് മാനേജ് ചെയ്യുന്നു, എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് നീഡ്സ് റെഗുലേറ്ററി നീഡ്സ്, ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങൾ ഉറപ്പുവരുത്തുന്നു, നിയന്ത്രിത ആവശ്യങ്ങള്, ഹിയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്. കണ്ടോ, നല്ല ക്വാളിറ്റിയിലുള്ള സ്റ്റാഫിനെ നിയമിക്കുന്നു. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ നിയമിക്കുക. അപ്പൊ അതെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്? എന്തൊക്കെ കാര്യം? ഫിനാൻസ് മാനേജ് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങള്, നിയന്ത്രണ ആവശ്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നു, പിന്നെ ഹൈ ക്വാളിറ്റിയിലുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ നിയമിക്കുന്നു. കിട്ടിയ 3 പോയിന്റ്സ്. ഹിയറിംഗ് നിയമിക്കുക. ഓക്കെ, ഇനി അടുത്തത് അപ്പൊ അതാണ് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ, അത് ചോദിക്കാറുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. ഇനി അവിടെ തന്നേക്കുന്നത് എന്താ? ദിസ് പ്രൊഫഷണൽ can find work in a variety of healthcare organization. കണ്ടോ, അതൊന്ന് ശ്രദ്ധിച്ചേ. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യാം, അവർക്ക് എവിടെയൊക്കെ ജോലി കണ്ടെത്താം? This professional can find ചെയ്യുക, കണ്ടെത്തുക, വർക്ക് എവിടെ കണ്ടെത്താൻ പറ്റും? In a variety of healthcare organization. പലതരത്തിലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകളിലുള്ള ജോലി നമുക്ക് കണ്ടെത്താൻ പറ്റും. എവിടെയൊക്കെയാ അതും കൂടി നോക്കി. എവിടെയൊക്കെയാണ്? കൺസിസ്റ്റ് ഓഫ് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യാം അല്ലെ, ജോലി കണ്ടെത്താം. ക്ലിനിക്കുകളിൽ വർക്ക് ചെയ്യാം, കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെന്റ് ഏജൻസീസ്. കണ്ടോ, ഗവൺമെന്റ് ഏജൻസികള്, കോർപ്പറേഷൻസ്, ക്ലിനിക്കുകള്, ഹോസ്പിറ്റലുകളില് എല്ലാം ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാം, ജോലി കണ്ടെത്താം. അപ്പൊ നമ്മുടെ ഒരു ഇതാട്ടോ പറഞ്ഞേക്കുന്നത്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ റെസ്പോൺസിബിലിറ്റി നോട്ട് ചെയ്യുക. പിന്നെ എവിടെയൊക്കെ നമുക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ജോലി നമുക്ക് കണ്ടെത്താൻ പറ്റും. Find work in a variety of healthcare organization which consist of ഹോസ്പിറ്റലുകളാവട്ടെ, ക്ലിനിക്കുകളില്, കോർപ്പറേഷൻസ്, ഗവൺമെന്റ് ഏജൻസികളില് ഒക്കെ അവർക്ക് ജോലി കണ്ടെത്താൻ പറ്റും. ഓക്കെ, പെട്ടെന്ന് നോക്കിയേ. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കോർഡിനേറ്റ്
all department within a healthcare facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കോർഡിനേറ്റ് ചെയ്യുന്നു. ആര്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഡാഷ് കോർഡിനേറ്റ് ഓൾ ദി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കോർഡിനേറ്റ് ചെയ്യുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും, ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിനുള്ളിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ഫങ്ഷൻ ആസ് എ ഹോൾ. അതല്ലേ, എന്നിട്ട് എന്താ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും, ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്? ഉറപ്പുവരുത്തുകയാണ്. അല്ലെ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഒരു ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അല്ലെ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. Their proficiency is needed to execute plan, organize, direct and monitor the outcome of medical and health service. കണ്ടോ, അവർക്കൊരു പ്രാഗൽഭ്യം ആവശ്യമാണ്. പ്രൊഫഷൻസി, അവർക്കൊരു പ്രാവീണ്യം അല്ലെ, അവർക്കൊരു കഴിവ് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയാ? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ കഴിവ് എന്തിനു വേണ്ടിയാ? ടു എക്സിക്യൂട്ട് ചെയ്യാൻ, നിർവഹിക്കുക, പ്ലാൻ ആസൂത്രണം ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാൻ, സംഘടിപ്പിക്കാൻ, ഡയറക്റ്റ് ചെയ്യാനായിട്ട്, മോണിറ്റർ ചെയ്യാനായിട്ട്. എന്താണ്? ദ ഔട്ട്കം അല്ലെ, ദ ഔട്ട്കം ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്. ഈ മെഡിക്കൽ ഹെൽത്ത് സർവീസിന്റെ ഔട്ട്കം ഇതെല്ലാം മോണിറ്റർ ചെയ്യാൻ, അതിനെ ഡയറക്റ്റ് ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാൻ, പ്ലാൻ ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ, നിർവഹിക്കാൻ എല്ലാം അവർക്കുടെ പ്രാവീണ്യം ആവശ്യമാണ്. So the role of the hospital administrator differ from one institution to next. അതായത് then the duties most often include. കണ്ടോ, അതായത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി നമുക്ക് വ്യത്യാസപ്പെടാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്. The role of the hospital administrator differ. ഒരു ഹോസ്പിറ്റലിൽ ഉള്ളതുപോലെ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കണമെന്നില്ല വേറെ ഹോസ്പിറ്റൽ. ഇപ്പൊ വലിയ ഹോസ്പിറ്റലും ചെറിയ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ അനുസരിച്ചുള്ള ഇതിനനുസരിച്ച് ആ വ്യത്യാസം അനുസരിച്ച് തന്നെ നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ആ റോള് വ്യത്യാസപ്പെടാം. The role of the hospital administrator differ from one institution to next. കണ്ടോ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനനുസരിച്ച് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള് വ്യത്യാസപ്പെടാം. പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് വന്ന് നോക്കിയേ. Then the duties most often includes. പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്തൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് എന്താ? serving as contact among governing board, medical staff, department head എന്നിവർക്കിടയിൽ ഒരു സമ്പർക്കം പുലർത്തുക. അതാണ് ഒന്നാമത്തെ കാര്യം. ഗവേണിംഗ് ബോർഡുകള്, ഹോസ്പിറ്റൽ പല ബോർഡുകള്, ഡിപ്പാർട്ട്മെന്റുകള്, മെഡിക്കൽ സ്റ്റാഫുകള്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അല്ലെ, ഇവർക്കിടയിൽ എന്ത് ചെയ്യുക? ഒരു കോണ്ടാക്ട്, അവർക്കിടയിൽ ഒരു സമ്പർക്കം പുലർത്തുക. നമ്മൾ പറഞ്ഞില്ലേ, ഓവറോൾ മാനേജ്മെന്റ് ആണ്. അപ്പൊ എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാനും അല്ലെ, എല്ലാം ഗൈഡ് ചെയ്യാനും ഒക്കെ നമുക്ക് എല്ലാവരുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അപ്പൊ ഒന്നാമത്തെ ഡ്യൂട്ടി അവിടെ ഇത് ചോദിക്കാട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? 5 പോയിന്റ് ആയിട്ട് അവിടെ പറഞ്ഞേക്കുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഡ്യൂട്ടീസാ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തേന് എന്താ പറഞ്ഞേക്കുന്നത്? എന്താണ്? ഗവേണിംഗ് ബോർഡുകള്, മെഡിക്കൽ സ്റ്റാഫ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നിവർക്കിടയിൽ ഒരു സമ്പർക്കം പുലർത്തുക. അടുത്ത് നോക്കിയ റിക്രൂട്ടിംഗ്, ഹിയറിംഗ് and assessing nurses, doctors and assistant administrator. റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ അവരെ തിരഞ്ഞെടുക്കുക. Then hearing, നിയമിക്കുക. assessing ചെയ്യുക, അവരെ വിലയിരുത്തുക, അസസ് ചെയ്യുക, nurses, doctors and assistant administrator. കണ്ടോ, അടുത്ത ഡ്യൂട്ടി എന്താ? അവരെ തിരഞ്ഞെടുക്കുക, അവരെ നിയമിക്കുക, വിലയിരുത്തുക. ആരെയെല്ലാം? നേഴ്സുകളെ, ഡോക്ടർമാരെ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരെ. ഇതൊരു ഡ്യൂട്ടി. ഇനി നോക്കി അടുത്തത് എന്താ? ഓർഗനൈസിങ്,
directing, controlling, and coordinating services directed by the hospital board. എന്താ കോർഡിനേറ്റ് ചെയ്യുക വെച്ചാൽ ഏകോപിപ്പിക്കുക, കൺട്രോൾ ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അതൊക്കെ അറിയാവുന്നത് തന്നെ അല്ലെ. അപ്പൊ എന്തൊക്കെ ചെയ്യുക, നമ്മൾ ഹോസ്പിറ്റൽ ബോർഡുകള് അല്ലെ, ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം തന്നെ സേവനങ്ങള്, സർവീസുകള് ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതിനെ കോർഡിനേറ്റ് ചെയ്യുക. കിട്ടിയില്ലേ? അതെങ്ങനെയാ? ഹോസ്പിറ്റൽ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം, ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം, ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം സേവനങ്ങളെ, സർവീസുകളെ ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. അടുത്ത നോക്കിയ നാലാമത്തെ പോയിന്റ് എന്താ? സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഫോർ പേഷ്യന്റ് സർവീസസ്, quality assurance, public relation, outreach, and departmental activities. Supervising the creation and implementation of programs and policies. ഇന്ത്യക്ക് അത്രയൊക്കെ നോട്ട് ചെയ്തിട്ടാ മതി. അത് സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. എന്തിനാണ്? പ്രോഗ്രാമുകളും പോളിസികളും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് അല്ലെ. പ്രോഗ്രാമുകളും പോളിസികളും സൃഷ്ടിക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ സൃഷ്ടിക്കുക, സൃഷ്ടിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും. എന്തിനു വേണ്ടിയുള്ള പ്രോഗ്രാമും പോളിസിയാ നോക്കിയേ? ഫോർ ദ പേഷ്യന്റ് സർവീസ്, ക്വാളിറ്റി അഷുറൻസ്. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്നുള്ളത് കേട്ടോ. ക്വാളിറ്റി അഷുറൻസ്, പബ്ലിക് റിലേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റി, ഔട്ട്റീച്ച് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോളിസികളും പ്രോഗ്രാമുകളും സൃഷ്ടിക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക. അത് ഷോർട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഷോർട്ട് ആക്കി അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത നോക്കി ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഉണ്ട്. അഡ്വാൻസിംഗ് ആൻഡ് എക്സ്പാൻഡിംഗ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ. എന്താ പറഞ്ഞേക്ക? അഡ്വാൻസിംഗ് മുന്നേറുക, അഡ്വാൻസിംഗ് മുന്നേറുക, ആൻഡ് എക്സ്പാൻഡിംഗ് എക്സ്പാൻഡ് ചെയ്യുക, വികസിപ്പിക്കുക. പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെയിന്റനൻസ്. കണ്ടോ? ശാസ്ത്രീയമായ ഗവേഷണത്തിലും പ്രിവെന്റീവ് മെയിന്റനൻസിനും വേണ്ടിയുള്ള ഈ പ്രോഗ്രാമുകളിലും സേവനങ്ങളിലും അത് വികസിപ്പിക്കുകയും അതിന് മുന്നേറുകയും ചെയ്യുക. ഓക്കെ, അത്രയാണ് നമ്മള് റോള്, പ്രധാനപ്പെട്ട റോള്, ഡ്യൂട്ടീസ് ആയിട്ട് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇത് ഈ പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണയാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റുമല്ലോ. എഴുതാൻ പറ്റൂലേ? നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? എന്താ പറഞ്ഞേക്കുന്ന ഒന്നാമത്തെ പോയിന്റ് എന്താ? ഹോസ്പിറ്റൽ ബോർഡുകള്, ഗവർണിംഗ് ബോർഡുകള്, മെഡിക്കൽ സ്റ്റാഫ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് എന്നിവർക്കിടയിൽ നല്ലൊരു സമ്പർക്കം പുലർത്തുക. പിന്നെ നേഴ്സുമാരെ, ഡോക്ടർമാരെ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരെ റിക്രൂട്ട് ചെയ്യുക, ഹിയറിംഗ് അവരെ നിയമിക്കുക, അവരെ വിലയിരുത്തുക. പിന്നെ ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരമുള്ള സേവനങ്ങളെ ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. അല്ലേ? അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രോഗ്രാം ആൻഡ് പോളിസീസ്. അല്ലെ? ഫോർത്ത് ഇതിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പേഷ്യന്റ് സർവീസ്, ക്വാളിറ്റി അഷുറൻസ്, പബ്ലിക് റിലേഷൻ, ഔട്ട്റീച്ച്, ഡിപ്പാർട്ട്മെന്റൽ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയുള്ള പ്രോഗ്രാമുകളും പോളിസികളും സൃഷ്ടിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക, അതിനുള്ള മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താണ്? അവിടെ സയന്റിഫിക് റിസർച്ച്, ശാസ്ത്രീയമായ ഗവേഷണത്തിലും പ്രിവെന്റീവ് മെഡിസിനിലും വേണ്ടിയുള്ള പ്രോഗ്രാമുകള് വികസിപ്പിക്കുകയും അതില് മുന്നേറുകയും, അതായത് ഡെവലപ്പ് ചെയ്യുകയും അതിന് മുന്നേറുകയും ചെയ്യുക.
ഇത്രയും പോയിന്റ്സ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത് കേട്ടോ. ആ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലേന്നോ എന്നൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കി നിൽക്കേണ്ടിയിരിക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹാവ് ടു സേ കറന്റ് ഓൺ any laws and regulation that affect the healthcare or hospital industry, that as well as medical and technological process. എന്താ ഒരു ഹെൽത്ത് കെയറിനെയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി, ഹോസ്പിറ്റൽ വ്യവസായത്തെയോ അതുപോലെയുള്ള ഈ സയന്റിഫിക് ആയിട്ടുള്ള നമുക്ക് ഒരു ഹെൽത്ത് കെയറിനെയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ വ്യവസായത്തിനെയോ പോലെയുള്ള വൈദ്യശാസ്ത്രവും സാങ്കേതികപരമായിട്ടുള്ള ഒരു പുരോഗതി, ആ പുരോഗതി ബാധിക്കുന്ന ഏതെങ്കിലും ഒരു ലോസ് ആൻഡ് റെഗുലേഷൻ, നിയമങ്ങളിലും ചട്ടങ്ങളിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ നിലനിൽക്കണം. കണ്ടോ, അവർക്കൊരു ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കണം. അത് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രീനെ ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലോസും റെഗുലേഷൻസും ഈ ഹോസ്പിറ്റൽ അതില് അവർ ഉറച്ചു നിൽക്കണം. അവർക്ക് തോന്നിയ രീതിയിൽ ചെയ്യാൻ പാടില്ല കേട്ടോ. അതായത് ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അതിന് ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ഉറച്ചു നിൽക്കണം. ഓക്കെ, ആസ് എ ബിസിനസ് ലീഡർ, ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ഓവർസീസ്. മേലോട്ട് വായിക്കണം. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ഓവർസീ. അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ആ പോയിന്റുകളും ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ആസ് എ ബിസിനസ് ലീഡർ, ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ എന്തൊക്കെ കാര്യങ്ങൾ മേൽനോട്ട് വയ്ക്കണം? എന്തൊക്കെയാ? ലോങ് ടൈം പ്ലാനിങ്, ഓക്കെ, ദീർഘകാല ആസൂത്രണം വേണം. ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്, പ്രവർത്തനങ്ങളും ബഡ്ജറ്റും ഒക്കെ പ്രവർത്തിപ്പിക്കുക. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്സ്, ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റുകള്, പ്രവർത്തന ലക്ഷ്യങ്ങള്. സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസസ്, മെഡിക്കൽ സർവീസിന്റെ ഒരു ചിട്ടയായിട്ടുള്ള വിതരണം. സിസ്റ്റമാറ്റിക് ഡെലിവറി, മെഡിക്കൽ സേവനങ്ങളുടെ ഒരു ചിട്ടയായിട്ടുള്ള വിതരണം. ഫിനാൻഷ്യൽ റിപ്പോർട്ട്, സാമ്പത്തിക റിപ്പോർട്ടുകൾ. ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്, ഹോസ്പിറ്റൽ പോളിസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള്, ഇതെല്ലാം അവര് മേൽനോട്ടം വയ്ക്കണം. അത്രയും പോയിന്റ്സുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ലോങ് ടൈം പ്ലാനിങ്, ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്, ദ സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസ്, മെഡിക്കൽ സർവീസിന്റെ ചിട്ടയായിട്ടുള്ള വിതരണം. ഫിനാൻഷ്യൽ റിപ്പോർട്ട്, സാമ്പത്തിക റിപ്പോർട്ടുകൾ. ഹോസ്പിറ്റൽ പോളിസി. അത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. മതി, 2-3 മിനിറ്റ് നേരത്തെയാണ്. മെഡിസിന്റെ ക്ലാസ് എഴുതിയിട്ടല്ലേ. ഓക്കെ, ബാക്കി നമുക്ക് നാളെ ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ ബാലൻസ് നാളെ നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു കേട്ടോ.